നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിലെ ജൂനിയർ ഡോക്ടർമാരുടെ സമരം ഒഴിവാക്കാൻ ചർച്ചയ്ക്കൊരുങ്ങി സർക്കാർ. സമരം ഒഴിവാക്കാൻ സർക്കാർ പുതുക്കിയ ശമ്പള പാക്കേജ് പ്രഖ്യാപിച്ചു. ആരോഗ്യ മേഖലയിലെ വലിയ ആശങ്കകൾക്ക് താൽക്കാലികമായി വിരാമം. ഡോക്ടർമാർ പണിമുടക്ക് പ്രഖ്യാപിച്ചത് ഡിസംബർ 19 മുതൽ 23 വരെ. യുകെയിൽ ട്രാൻസ് വനിതകൾക്ക് സ്ത്രീകളുടെ സ്വകാര്യ മുറികൾ ഉപയോഗിക്കാൻ അനുവാദം നൽകുന്നത് നിയമവിരുദ്ധമല്ല എന്ന് ബ്രിട്ടനിലെ തൊഴിൽ ട്രിബ്യൂണൽ. പരാതി ഉണ്ടായാൽ മറ്റൊരു പരിഹാരം കണ്ടെത്തണമെന്ന് നിർദ്ദേശം. ട്രിബ്യൂണൽ വിധി ട്രാൻസ് വനിതകൾക്ക് ആശ്വാസം പകരുന്നത്. യുകെയിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്തെ ഭവനരഹിതരുടെ പ്രശ്നം കൂടുതൽ വഷളായതായി റിപ്പോർട്ട്. സർക്കാരിന്റെ 3 വർഷത്തെ ഭവനരഹിത തന്ത്രം പരാജയപ്പെട്ടു. ഇംഗ്ലണ്ടിൽ 3,80,000-ലധികം ആളുകൾ ഇപ്പോൾ ഭവനരഹിതരാണ് എന്ന് റിപ്പോർട്ട്. വീടില്ലാത്തവരുടെ എണ്ണം 8% വർദ്ധിച്ചതായി ഡാറ്റ രേഖകൾ. അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് ട്രംപ് ഗോൾഡ് കാർഡ് വിസ പദ്ധതിയുമായി അമേരിക്കൻ പ്രസിഡന്റ്. പുതിയ പദ്ധതി സമ്പന്നരും ഉയർന്ന വൈദഗ്ധ്യമുള്ളവരുമായ വിദേശ പൗരന്മാരെ യുഎസിലേക്ക് ആകർഷിക്കും. $20 ലക്ഷം നൽകി കമ്പനികൾക്ക് ഗോൾഡ് കാർഡിലൂടെ വിദഗ്ധ തൊഴിലാളികളെ യുഎസിലെത്തിക്കാം. പദ്ധതി നടപ്പിലാകുന്നത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ. ട്രംപിന് വീണ്ടും കനത്ത തിരിച്ചടി. യുഎസിലെ മയാമിയിൽ മേയർ തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റ് നേതാവായ ഐലിൻ ഹിഗിൻസിന് അട്ടിമറി ജയം. തോൽവി ഏറ്റുവാങ്ങിയത് ഡൊണാൾഡ് ട്രംപ് പിന്തുണച്ച റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി എമീലിയോ ഗൊൺസാലസ്. നഗരത്തിന്റെ ആദ്യ വനിതാ മേയറാവും ഹിഗിൻസ്. മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം 2029 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കും. പ്രഖ്യാപനം നടത്തിയത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. ബിജെപിയും ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഒരുമിച്ച് മത്സരിക്കുമെന്ന് ഫഡ്നാവിസിന്റെ പ്രഖ്യാപനം. ബിജെപി തനിച്ച് മത്സരിച്ചേക്കുമെന്ന സൂചന നൽകി കേന്ദ്രമന്ത്രി അമിത്ഷാ. സ്ത്രീലംബടൻ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. സ്ത്രീ പീഡകരെ പാർട്ടി കോടതിയിൽ വിചാരണ ചെയ്ത് അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് രമേശ് ചെന്നിത്തല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതിയിൽ മാതൃകാപരമായ നടപടി സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പീഡനം നടത്തിയ എത്രയോ പേരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നും ചെന്നിത്തല. വാർത്തകൾ വിശദമായി. ഇംഗ്ലണ്ടിലെ ജൂനിയർ ഡോക്ടർമാരുടെ 5 ദിവസത്തെ സമരം അവസാന നിമിഷം ഒഴിവാക്കാൻ സർക്കാർ പുതുക്കിയ ശമ്പള പാക്കേജ് മുന്നോട്ട് വെച്ചു. സർക്കാർ ചർച്ചയ്ക്ക് ഒരുക്കമായതോടെ ആരോഗ്യ മേഖലയിലെ വലിയ ആശങ്കകൾക്ക് താൽക്കാലികമായി വിരാമമിട്ടതായാണ് കരുതപ്പെടുന്നത്. ഡിസംബർ 19 മുതൽ 23 വരെ പ്രഖ്യാപിച്ചിരുന്ന പണിമുടക്ക് രോഗി സേവനത്തെ താറുമാറാക്കുമെന്ന മുന്നറിയിപ്പുകൾക്കിടെ സർക്കാർ മെച്ചപ്പെട്ട ഓഫർ നൽകിയതോടെയാണ് പ്രതീക്ഷ ഉയർന്നത്. ദീർഘകാലമായി യഥാർത്ഥ വരുമാനത്തിലുണ്ടായ ഇടിവാണ് സമരത്തിന്റെ അടിസ്ഥാനമെന്ന് ജൂനിയർ ഡോക്ടർമാർ പറയും. തിരക്കേറിയ ഡ്യൂട്ടിയും അടിയന്തര വിഭാഗത്തിലെ കഠിന ജോലിഭാരവും മതിയായ രീതിയിൽ ശമ്പള പരിഷ്കാരവും ഇല്ലാത്തതുമാണ് ജീവനക്കാരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. സമരം നടന്നാൽ ക്രിസ്മസ് ആഴ്ചയിലെ നിർണായക ചികിത്സാ സേവനങ്ങൾ പോലും തകരുമെന്നത് NHSന് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. സർക്കാരിന്റെ പുതിയ നിർദ്ദേശം പരിശോധിക്കാനാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ സമരം നിർത്തിവെക്കുമോ എന്നത് ഉടനെ അറിയാൻ സാധിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പുതിയ ശമ്പള വാഗ്ദാനത്തോട് നല്ല പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് സർക്കാർ വിലയിരുത്തലോടുകൂടി വലിയ പ്രതിസന്ധി ഒഴിവാകുമെന്ന പ്രതീക്ഷ ആരോഗ്യരംഗത്ത് ഉയർന്നിരിക്കുകയാണ്. യുകെയിൽ ട്രാൻസ് വനിതകൾക്ക് സ്ത്രീകളുടെ സ്വകാര്യ മുറികൾ ഉപയോഗിക്കാൻ അനുവാദം നൽകുന്നത് നിയമവിരുദ്ധമല്ല എന്ന് ബ്രിട്ടനിലെ തൊഴിൽ ട്രിബ്യൂണൽ. എന്നാൽ പരാതി ഉണ്ടായാൽ മറ്റൊരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ട്രിബ്യൂണൽ കൂട്ടിച്ചേർത്തു. ബ്രിട്ടൻ സുപ്രീം കോടതി നേരത്തെ തന്നെ ജൈവിക വനിതകളെ മാത്രമേ വനിതയായി കണക്കാക്കാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരുന്നു. ട്രിബ്യൂണൽ വിധി അത് ട്രാൻസ് വനിതകൾക്ക് ആശ്വാസം പകരുന്നതാണ്. സ്കോട്ട്ലൻഡിലെ ഒരു നഴ്സ് സാൻഡി പെഗി തന്റെ ജോലി സ്ഥലത്ത് ട്രാൻസ് വനിതാ ഡോക്ടറുമായി സ്വകാര്യ മുറി പങ്കിടുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചത് തൊഴിൽ തർക്കത്തിന് വഴിവെച്ചിരുന്നു. ക്രിസ്മസ് ഈവിൽ ട്രാൻസ് ഡോക്ടർ ബെത്ത് ആപ്റ്റണിനൊപ്പം മുറി പങ്കിടേണ്ടി വന്നതിനെതിരെ പെഗി നൽകിയ പരാതിയാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. പിന്നീട് ആപ്റ്റൺ ബുള്ളിയിങ്ങും പീഡനവും ആരോപിച്ചതിനെ തുടർന്ന് NHS ഹെൽത്ത് ബോർഡ് പെഗിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. തിങ്കളാഴ്ച പുറത്തുവന്ന വിധിയിൽ പെഗിയുടെ പീഡനാരോപണം ട്രൈബ്യൂണൽ ശരിവെച്ചു. എന്നാൽ വിവേചനം, പരോക്ഷ വിവേചനം, പ്രതികാര നടപടി എന്നിവയ്ക്ക് ശക്തമായ തെളിവുകളില്ല എന്ന് കോടതി വ്യക്തമാക്കി. ഈ നടപടി സ്റ്റാഫ് മാറി മാറി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുടെ ക്രമീകരണങ്ങളെ കുറിച്ച് NHS സ്ഥാപനങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഫോക്ലാൻഡ്സ് കാലഘട്ടത്തിലെ അർജന്റീനിയൻ ആയുധ വിൽപ്പന നിരോധനത്തെ കുറിച്ച് ചർച്ചകൾ നടത്തിയെന്ന അർജന്റീന പ്രസിഡന്റ് ജാവിയർ മിലി ഡെയ്ലിയുടെ അവകാശവാദം UK സർക്കാർ നിഷേധിച്ചു. 1982 അർജന്റീന ബ്രിട്ടീഷ് അധിനിവേശ പ്രദേശമായ ഫോക്ലാൻഡ്സ് ദ്വീപുകൾ ഹ്രസ്വമായി ആക്രമിച്ചു.
10 ആഴ്ച നീണ്ടുനിന്ന യുദ്ധത്തിൽ 255 ബ്രിട്ടീഷുകാരുടെയും 649 അർജന്റീനക്കാരുടെയും ജീവൻ അപഹരിച്ചു. 2026 ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസങ്ങളിൽ UK സന്ദർശിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും നയതന്ത്ര മാർഗങ്ങളിലൂടെ ഫോക്ലാൻഡ്സ് അർജന്റീനയ്ക്ക് വിട്ടുകൊടുക്കുന്നത് കാണണമെന്നും മിലൈ പറഞ്ഞു. എന്നാൽ ഫോക്ലാൻഡ്സിന്റെ ആയുധ കയറ്റുമതിയെയും പരമാധികാരത്തെയും കുറിച്ചുള്ള അർജന്റീനിയൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങളെ ബ്രിട്ടീഷ് സർക്കാർ വക്താവ് നിഷേധിച്ചു. ഫോക്ലാൻഡ്സ് ദ്വീപുകളുടെ പരമാധികാരം ചർച്ചയ്ക്ക് വിധേയമല്ല. സ്വയം നിർണയത്തിനുള്ള അവരുടെ അവകാശം ഞങ്ങൾ സംരക്ഷിക്കും. 2013 ദ്വീപുവാസികൾ അവരുടെ ഭാവിയെക്കുറിച്ചൊരു റഫറൻഡം നടത്തി. ബഹുഭൂരിപക്ഷവും UKയുടെ ഭാഗമായി തുടരാൻ തീരുമാനിച്ചു. UK ആയുധ കയറ്റുമതി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതിനെ കുറിച്ച് അർജന്റീനയുമായി പ്രത്യേക ചർച്ചകളൊന്നും നടന്നിട്ടില്ല. UKയിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്തെ ഭവനരഹിതരുടെ പ്രശ്നം കൂടുതൽ വഷളായതായി പുതിയ റിപ്പോർട്ട്. സർക്കാരിന്റെ 3 വർഷത്തെ ഭവനരഹിത തന്ത്രം ഈ പാർലമെന്റ് അവസാനിക്കുമ്പോഴേക്കും ആളുകളെ B&Bകളിൽ ഉൾപ്പെടുത്തുന്നത് വ്യക്തിപരമായ പരാജയമായി കണക്കാക്കുമെന്നാണ് റിപ്പോർട്ട്. താൽക്കാലിക താമസ സൗകര്യങ്ങളുടെ ഉപയോഗം കുറയ്ക്കുമെന്നും വാഗ്ദാനങ്ങൾ നൽകിയിട്ടും കഴിഞ്ഞ വർഷം വീടില്ലാത്തവരുടെ എണ്ണം 8% വർദ്ധിച്ചതായി ഷെൽട്ടറിൽ നിന്നുള്ള ഡാറ്റ കാണിക്കുന്നു. ഇംഗ്ലണ്ടിൽ 3,80,000-ത്തിലധികം ആളുകൾ ഇപ്പോൾ ഭവനരഹിതരാണെന്നും 3,50,000 പേർക്ക് താൽക്കാലിക താമസ സൗകര്യങ്ങൾ ഉണ്ട് എന്നും കാണിക്കുന്ന ഷെൽട്ടറിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ സർക്കാർ നേരിടുന്ന വെല്ലുവിളിയുടെ വ്യാപ്തി തെളിയിക്കുന്നതാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ആളുകളുടെ വരുമാനം പരിമിതപ്പെടുത്തുകയും ചെലവ് വർദ്ധിക്കുകയും തുടർന്ന് ടൗൺ ഹാളുകൾക്കായി കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ ഭവനരഹിതർക്കുള്ള തന്ത്രത്തിന്റെ ഭാഗമായി താൽക്കാലിക താമസ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പദ്ധതികൾക്കായി മന്ത്രിമാർ കോടിക്കണക്കിന് പൗണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സങ്കീർണമായ ആവശ്യങ്ങളുള്ള ആളുകൾക്ക് കൂടുതൽ പിന്തുണയുള്ള ഭവന നിർമ്മാണത്തിനായി 124 മില്യൺ പൗണ്ട് ഫണ്ട് ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മുൻ കാമുകിയുടെ സഹോദരിയെയും 3 മക്കളെയും വീടിന് തീയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഷരാസ് അലി കുറ്റക്കാരനാണെന്ന് ഡോങ്കാസ്റ്റർ ക്രൗൺ കോടതി കണ്ടെത്തി. 2024 ഓഗസ്റ്റ് 21-നാണ് ബ്രയോണി ഗാവിദും കുട്ടികളായ ഡെസ്റ്റിനിയും ഓസ്കറും ഓബ്രി ബട്ടൻ എന്നിവരും തീപിടുത്തത്തിൽ മരിച്ചത്. മുൻ കാമുകിയായ ആന്റോണിയ ബന്ധം അവസാനിപ്പിച്ചതിൽ നിന്നുണ്ടായ വൈരാഗ്യമാണ് ഇതിന് കാരണമെന്ന് കോടതിയിൽ തെളിഞ്ഞു. ഫയർ ബോംബ് ആക്രമണം ആസൂത്രണം ചെയ്ത അലി തന്റെ കൂട്ടാളിയായ ക്യാലം സണ്ടർലാൻഡിനെ വീട്ടിലെത്തി വാതിൽ തകർക്കാൻ നിർദ്ദേശിച്ചുവെന്ന് റിംഗ് ഡോർബെൽ ദൃശ്യങ്ങളിൽ തെളിഞ്ഞു. വീടിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീപിടിപ്പിക്കുന്നതിനിടയിൽ അലിയുടെ ശരീരത്തിലും 80% ഗുരുതരമായ പൊള്ളലേറ്റിരുന്നു. ഇതിന് പിന്നാലെ ഇയാൾ മാസങ്ങളോളം ചികിത്സയിലായിരുന്നു. സംഭവ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടെന്ന് അറിയാമായിരുന്നെന്നും മറ്റുള്ളവർക്ക് ദാരുണ വേദന നൽകുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു നടപടിയെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. ഇംഗ്ലണ്ടിലും വെയിൽസിലും ഓൺലൈൻ ബാലലൈംഗിക പീഡനം 1 വർഷത്തിനുള്ളിൽ 1/4 ഭാഗത്തോളം വർദ്ധിച്ചതായി കണക്കുകൾ. യുവാക്കളെ സംരക്ഷിക്കുന്നതിനായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. സ്റ്റാഫോർഡ്ഷെയർ പോലീസിന്റെ ആക്ടിംഗ് ചീഫ് കോൺസ്റ്റബിൾ ബെക്കി റിംഗ്സ് മോശം ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതും പങ്കിടുന്നതും തടയുന്നതിനായി ടെക് കമ്പനികൾ AI ഉപകരണങ്ങൾ ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കുട്ടികൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയിൽ സുരക്ഷിതമായ പ്ലാറ്റ്ഫോമുകളും വെബ്സൈറ്റുകളും മാത്രം ആക്സസ് ചെയ്യാൻ അനുവദിക്കുന്ന മൊബൈൽ ഫോണുകൾ പോലുള്ള പരിരക്ഷകൾ ഉണ്ടായിരിക്കണമെന്ന് അവർ കൂട്ടിച്ചേർത്തു. അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് ട്രംപ് ഗോൾഡ് കാർഡ് വിസ പദ്ധതിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമ്പന്നരും ഉയർന്ന വൈദഗ്ധ്യമുള്ളവരുമായ വിദേശ പൗരന്മാരെ US-ലേക്ക് ആകർഷിക്കാനാണ് പുതിയ പദ്ധതി. വേഗത്തിൽ താമസാനുമതി നേടാൻ അവസരമൊരുക്കുന്നതിലൂടെ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. ഉടൻ തന്നെ ട്രംപ് പ്ലാറ്റിനം കാർഡ് പുറത്തിറക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗോൾഡ് കാർഡ് അപേക്ഷകൾ ക്ഷണിക്കുന്നതിനായി വെബ്സൈറ്റ് തുറന്നു. $10 ലക്ഷം നൽകുന്ന വ്യക്തികൾക്ക് US പൗരത്വം ലഭിക്കും. $20 ലക്ഷം നൽകി കമ്പനികൾക്ക് ഗോൾഡ് കാർഡിലൂടെ വിദഗ്ധ തൊഴിലാളികളെ US-ലെത്തിക്കാം. വിദേശ നിക്ഷേപം കൊണ്ടുവരാനായി 1990-ൽ ആരംഭിച്ച EB-5 വിസകൾക്ക് പകരമായാണ് പുതിയ പദ്ധതി. കുറഞ്ഞത് 10 പേർ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഏകദേശം $10 ലക്ഷം ചെലവഴിക്കുന്നവർക്കായിരുന്നു EB-5 വിസ ലഭിച്ചിരുന്നത്. ഒരു ഗോൾഡ് കാർഡ് ലഭിക്കാൻ $50 ലക്ഷം വേണ്ടി വരുമെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് തുക കുറയ്ക്കുകയായിരുന്നു. വിസ പദ്ധതിയുടെ ഭാഗമായി വരുന്ന ഫണ്ടുകൾ സർക്കാരിന് ലഭിക്കുമെന്നും ഈ രീതിയിൽ കോടിക്കണക്കിന് ട്രഷറിയിൽ എത്തുമെന്നും ട്രംപ് പറഞ്ഞു. ഈ തുക ഉപയോഗിച്ച് രാജ്യത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അടിസ്ഥാനപരമായി ഇതൊരു ഗ്രീൻ കാർഡ് ആണെങ്കിലും അതിന് മെച്ചപ്പെട്ടതാണെന്നും ട്രംപ് പറഞ്ഞു. കമ്പനികൾക്ക് ഒന്നിലധികം കാർഡുകൾ ലഭിക്കുമെങ്കിലും വ്യക്തിക്ക് ഒരു കാർഡ് മാത്രമേ ലഭിക്കൂ. $15,000 ഫീസ് ആദ്യം അടയ്ക്കണം. അതിനുശേഷം $10 ലക്ഷം നൽകിയാൽ കാർഡ് ലഭിക്കും. അപേക്ഷകരെ സംബന്ധിച്ച് വിശദമായ പരിശോധനയുണ്ടാകും. ആഴ്ചകൾക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കും. അപേക്ഷകർ വിസാഭിമുഖത്തിൽ പങ്കെടുക്കണം. സമയബന്ധിതമായി രേഖകൾ സമർപ്പിക്കണം. ബ്രിട്ടൻ, സ്പെയിൻ, ഗ്രീസ്, മാൾട്ട, ഓസ്ട്രേലിയ, കാനഡ, ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമ്പന്നരായ വ്യക്തികൾക്ക് ഗോൾഡൻ വിസയുടെ മാതൃകയിൽ വിസകൾ അനുവദിക്കുന്നു. തൈവാൻ വിഷയത്തിൽ സംഘർഷമുണ്ടായാൽ ചൈന അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ തകർക്കുമെന്നും സൈന്യത്തെ പരാജയപ്പെടുത്തുമെന്നും US രഹസ്യരേഖ.
ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. US ചെലവേറിയതും ദുർബലവുമായ ആയുധങ്ങളെ ആശ്രയിക്കുമ്പോൾ എതിരാളികൾ വില കുറഞ്ഞതും സാങ്കേതികമായി കൂടുതൽ മികച്ചതുമായ ആയുധങ്ങൾ വികസിപ്പിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തായ്വാൻ വിഷയത്തിൽ ഇടപെടാനുള്ള എല്ലാ വിദേശ ശ്രമങ്ങളെയും തകർക്കുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. തായ്വാൻ അടുത്തുള്ള ദ്വീപിൽ ജപ്പാൻ മിസൈലുകൾ സ്ഥാപിച്ചതിനെതിരെ ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചൈനയുടെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ഉറച്ച ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും അതിനുള്ള ശേഷിയുമുണ്ട്. എല്ലാ വിദേശ ഇടപെടലുകളെയും ഞങ്ങൾ തകർക്കുമെന്ന് തായ്വാൻ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചൈനീസ് മന്ത്രാലയത്തിന്റെ വക്താവ് പെം കിങ്ങൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. US യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഉപഗ്രഹങ്ങളും തകർക്കാനുള്ള ചൈനയുടെ കഴിവിനെ കുറിച്ച് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. US സൈന്യത്തിന്റെ വിതരണ ശൃംഖലയിലെ ദൗർബല്യങ്ങളും റിപ്പോർട്ടിലുണ്ട്. 2021 ജോ ബൈഡൻ ഭരണകാലത്ത് ഒരു ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥന് ഈ രഹസ്യരേഖ ലഭിച്ചപ്പോൾ അദ്ദേഹം പകച്ചുപോയി എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിലുണ്ട്. USന്റെ ഓരോ തന്ത്രത്തിനും ചൈനയുടെ പക്കൽ ബദലുകൾ ഉണ്ടായിരുന്നു. ഒരു മഹാശക്തിയുമായി യുദ്ധം ചെയ്ത് വിജയിക്കാനുള്ള USന്റെ ശക്തിയിൽ കുറവുണ്ടായതായും രേഖയിൽ പറയുന്നു. തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. തായ്വാൻ ഇത് അംഗീകരിക്കുന്നില്ല. തായ്വാന് സൈനിക സഹായം നൽകുന്നത് US ആണ്. USലെ മയാമിയിൽ മേയർ തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റ് നേതാവായ ഐലിൻ ഹിഗിൻസിന് അട്ടിമറി ജയം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണച്ച റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി എമീലിയോ ഹൊഗൻസാലിനെ തോൽപ്പിച്ചാണ് 3 ദശകത്തിനു ശേഷം മയാമിയിൽ ഡെമോക്രാറ്റുകളുടെ തിരിച്ചുവരവ്. നഗരത്തിന്റെ ആദ്യ വനിതാ മേയറാവും ഹിഗിൻസ്. സ്പാനിഷ് സമൂഹത്തിന് ഭൂരിപക്ഷമുള്ള മയാമിയിൽ ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികൾക്കെതിരെ ഉറച്ച നിലപാടാണ് ഹിഗിൻസ് സ്വീകരിച്ചത്. മേയർ തിരഞ്ഞെടുപ്പിൽ ട്രംപിന് തുടർച്ചയായ രണ്ടാമത്തെ കനത്ത തിരിച്ചടിയാണ്. USലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന്റെ മേയറായി ട്രംപിന്റെ കടുത്ത വിമർശകനായ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി സോറാൻ മംദാനി നവംബറിൽ ജയിച്ചിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് ഗവർണർ ആൻഡ്രൂ കുമോയെയാണ് മംദാനി പരാജയപ്പെടുത്തിയത്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ കർട്ടിസ് ലീവ മത്സരിച്ചെങ്കിലും കുമോയെയാണ് ട്രംപ് പിന്തുണച്ചിരുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 120.68 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.14 യൂറോ. ഒരു US ഡോളർ 90.29 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 105.53 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 65.33 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഗോവയിൽ നിശ ക്ലബിൽ തീപിടുത്തമുണ്ടായി 25 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉടമകളായ 2 സഹോദരങ്ങളെ തായ്ലൻഡിൽ പിടികൂടിയതായി വിവരം. ഇവരെ ഉടൻ തന്നെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. നോർത്ത് ഗോവയിലെ ബിർച്ച് ബൈ റോമിയോ ലെയ്ൻ നിശ ക്ലബ് ഉടമകളും സഹോദരങ്ങളുമായ ഗൗരവ് ലുത്ര, സൗരഭ് ലുത്ര എന്നിവരുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് ഗോവ സർക്കാർ വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡിസംബർ 6-ന് അർപ്പോറയിൽ നിശ ക്ലബിൽ തീപിടുത്തം ഉണ്ടായതിനു പിന്നാലെ ഇരുവരും രാജ്യം വിടുകയായിരുന്നു. ഇവർക്കെതിരെ CBI ആവശ്യപ്പെട്ട പ്രകാരം ഇന്റർപോളിന്റെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അഗ്നിരക്ഷാ സേന തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ലുത്ര സഹോദരന്മാർ തായ്ലൻഡിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്ന് ഗോവ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മേക്ക് മൈ ട്രിപ്പ് വഴി ഡിസംബർ 7-ന് പുലർച്ചെ 1:17-നാണ് ഗൗരവും സൗരവും തായ്ലൻഡിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇരുവർക്കും അറസ്റ്റിൽ നിന്ന് താൽക്കാലിക സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി കോടതി നിരാകരിച്ചിരുന്നു. ലുത്ര സഹോദരന്മാർ രാജ്യം വിട്ടതല്ല എന്നും ബിസിനസ് ട്രിപ്പിലാണെന്നുമായിരുന്നു അഭിഭാഷകർ വാദിച്ചത്. നിശ ക്ലബിന്റെ ലൈസൻസ് ആണ് ഇവരുടെ പേരിലുള്ളത്. അവരല്ല ഉടമകളെന്നും അഭിഭാഷകർ വാദിച്ചു. ദൈനംദിന കാര്യങ്ങൾ ക്ലബിന്റെ സ്റ്റാഫാണ് നോക്കി നടത്തിയിരുന്നത്. ലുത്ര സഹോദരന്മാർക്ക് നേരിട്ട് ഉത്തരവാദിത്തമില്ല എന്നും അവർ വാദിച്ചു. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മാനേജർമാരും സ്റ്റാഫുമായി ഇതുവരെ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 8 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമെന്ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അറിയിച്ചു. ഗോവയുടെ തലസ്ഥാനമായ പനജിയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയാണ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്ന അർപ്പോറ. 4 രാജ്യങ്ങളിലും ഇന്ത്യയിലെ 22 നഗരങ്ങളിലും റോമിയോ ലെയ്ൻ ക്ലബ്ബ് ചെയിൻ പ്രവർത്തിക്കുന്നു. 2029-ലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ മഹായുതി സഖ്യം ഒരുമിച്ച് തന്നെ മത്സരിക്കുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. BJPയും ഷിൻഡെയുടെയും നേതൃത്വത്തിലുള്ള ശിവസേന പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഒരുമിച്ച് മത്സരിക്കുമെന്ന് ഫട്നാവിസ് വ്യക്തമാക്കിയത്. 2029-ലെ തിരഞ്ഞെടുപ്പിൽ BJP തനിച്ച് മത്സരിച്ചേക്കുമെന്ന സൂചന നൽകിയ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയെ ഞങ്ങൾ ആത്മനിർഭർ ആക്കണം, എന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുമിച്ചു തന്നെ മത്സരിക്കുമെന്നും ഫട്നാവിസ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ടത്തിന് മുന്നോടിയായി നേതാക്കളെ അടർത്തിയെടുക്കുന്നെന്ന് ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചത് അസ്വാരസ്യങ്ങൾക്ക് കാരണമായിരുന്നു. പിന്നാലെ BJP സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ച് ഷിൻഡെ അമിത്ഷായോട് പരാതിപ്പെട്ടെന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു.
എന്നാൽ ഇത് അടിസ്ഥാനരഹിതമെന്നാണ് ഫട്നാവിസ് വിശേഷിപ്പിച്ചത്. ബിജെപിയുടെ ഭാഗത്തു നിന്നല്ല ചാക്കിട്ടുപിടുത്തം ആരംഭിച്ചതെന്ന് ഫട്നാവിസ് പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മാറ്റം ഷിൻഡെ പൂർണ്ണമായി അംഗീകരിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ഫട്നാവിസിന്റെ മറുപടി. ഷിൻഡെയുമായി ഈ പദവികളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അമിത്ഷായും ഉണ്ടായിരുന്നുവെന്നും ഇത്രയും വലിയൊരു ജനവിധിക്കു ശേഷം ബി നേതാക്കൾ സ്വാഭാവികമായും അവരുടെ സ്വന്തം മുഖ്യമന്ത്രിയെ ആഗ്രഹിക്കുമെന്ന് മനസ്സിലായെന്നും ഷിൻഡെ പറഞ്ഞു. അദ്ദേഹത്തിന് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല എന്നും ഫട്നാവിസ് കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന 88 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച പാർലമെന്റിനകത്ത് അഭ്യൂഹങ്ങൾക്ക് തിരികൊളുത്തി. ശീതകാല സമ്മേളനം നടക്കുന്നതിനിടെയാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കാനാണ് നേതാക്കൾ ചർച്ച നടത്തിയതെങ്കിലും കൂടിക്കാഴ്ച ഇത്രയും നീണ്ടു നിൽക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പാർലമെന്റിന്റെ ഇടനാഴികളിൽ കൂടിക്കാഴ്ച സംബന്ധിച്ച് എംപിമാർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നു. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് ചട്ടപ്രകാരം ചർച്ച നടത്തി ഇൻഫർമേഷൻ കമ്മീഷൻ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ വകുപ്പുകളിലെ പ്രധാന തസ്തികകളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഇത്തവണ പ്രധാനമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കൂടാതെ മുതിർന്ന മന്ത്രി എന്ന നിലയിൽ അമിത്ഷാ ആയിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. ഉച്ചയ്ക്ക് 1 മണിക്ക് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയെന്നും കൂടിക്കാഴ്ച 1:07 ആരംഭിച്ചെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ചർച്ച ഏറെ സമയം നീണ്ടതോടെ എംപിമാർക്കിടയിൽ സംശയങ്ങൾ ഉയർന്നു. മറ്റെന്തെങ്കിലും സുപ്രധാന അജണ്ടകൾ ഉണ്ടോ എന്ന് ചില എംപിമാർ അന്വേഷിച്ചതായാണ് വിവരം. 88 മിനിറ്റിന് ശേഷമാണ് രാഹുൽ ഗാന്ധി പുറത്തു വന്നത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനം മാത്രമല്ല 8 ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും ഒരു വിജിലൻസ് കമ്മീഷണറുടെയും നിയമനം സംബന്ധിച്ചും ചർച്ച ചെയ്തതാണ് ചർച്ച നീളാൻ കാരണമെന്ന് പിന്നീട് ഇവർ വ്യക്തമാക്കുകയുണ്ടായി. കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയ എല്ലാ നിയമനങ്ങളെയും രാഹുൽ എതിർത്തതായി അധികൃതരെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്തു. കൂടാതെ തന്റെ എതിർപ്പ് അദ്ദേഹം രേഖാമൂലം സമർപ്പിക്കുകയും ചെയ്തു. മുൻപും ഇത്തരം നിയമനങ്ങളിൽ രാഹുൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കമ്മിറ്റിക്ക് മുൻപിൽ വെച്ച ചുരുക്കപ്പട്ടികയിൽ ദളിത്, ആദിവാസി, OBC അല്ലെങ്കിൽ EBC, ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ എതിർപ്പ് പ്രകടിപ്പിച്ചതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു. മുഖ്യ വിവരാവകാശ കമ്മീഷനുടെ ഒഴിവ് ഉൾപ്പെടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ 8 ഒഴിവുകളുണ്ട്. സെപ്റ്റംബർ പകുതി വരെ ഹിരാലാൽ സാമരിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചു. സെപ്റ്റംബർ 13 ഇദ്ദേഹം വിരമിച്ചതിനു മുതൽ ആ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. ആനന്ദി രാമലിംഗവും വിനോദ് കുമാർ തിവാരിയും എന്നീ 2 ഇൻഫർമേഷൻ കമ്മീഷണർമാർ മാത്രമാണ് നിലവിൽ ചുമതലകൾ നിർവഹിക്കുന്നത്. CIC വെബ്സൈറ്റ് അനുസരിച്ച് 30,838 കേസുകൾ തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള മുൻഗണനാ പട്ടിക തയ്യാറാക്കി മുദ്രവച്ച കവറിൽ കൈമാറാൻ ജസ്റ്റിസ് സുധാൻഷു ദുലിയയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അടുത്ത ബുധനാഴ്ച വൈകിട്ടോടെ പട്ടിക കൈമാറാനാണ് നിർദ്ദേശം. പട്ടികയിൽ നിന്ന് വൈസ് ചാൻസലറെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വ്യാഴാഴ്ച പുറത്തിറക്കുമെന്ന് ജസ്റ്റിസുമാരായ JB പർഡിവാല, KV വിശ്വനാഥൻ എന്നിവർ അടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കി. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിൽ സമവായമാകാത്തതിനെ തുടർന്നാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. നേരത്തെ ജസ്റ്റിസ് സുധാൻഷു ദുലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിയാണ് വൈസ് ചാൻസലർമാരായി നിയമിക്കാൻ പരിഗണിക്കേണ്ടവരുടെ പാനൽ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അക്ഷരമാലാ ക്രമത്തിലായിരുന്നു പാനലിൽ പേരുകൾ രേഖപ്പെടുത്തിയിരുന്നത്. ഈ പാനലിൽ നിന്നാണ് മുൻഗണനാ ക്രമം തയ്യാറാക്കി മുഖ്യമന്ത്രി ചാൻസലറായ ഗവർണർക്ക് കൈമാറിയത്. വൈസ് ചാൻസലറായി സിസ തോമസിനെ നിയമിക്കുന്നതിനോട് മാത്രമാണ് തങ്ങളുടെ എതിർപ്പെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. പാനലിലുള്ള മറ്റാരെ വേണമെങ്കിലും നിയമിക്കാമെന്നും സർക്കാർ വ്യക്തമാക്കി. താൽക്കാലിക വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ സർവകലാശാലയ്ക്ക് അവമതിപ്പുണ്ടാക്കിയ വ്യക്തിയാണ് സിസ തോമസ് എന്നാണ് സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്തയും സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയും ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ 2 സർവകലാശാല വൈസ് ചാൻസലർ നിയമന പാനലിലും ഉൾപ്പെട്ട വ്യക്തിയാണ് സിസ തോമസ് എന്നും അതിനാൽ അവരെ ഒഴിവാക്കാൻ പറ്റില്ല എന്നും ഗവർണർക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിയും അഭിഭാഷകൻ വെങ്കിട്ട സുബ്രഹ്മണ്യവും ചൂണ്ടിക്കാട്ടി. ഇതിനിടെ മുഖ്യമന്ത്രിക്ക് ഗവർണർ നൽകിയ കത്ത് മുദ്രവെച്ച കവറിൽ ഇന്ന് അറ്റോർണി ജനറൽ കോടതിക്ക് കൈമാറിയിരുന്നു. എന്നാൽ ഈ കത്ത് തുറന്നു നോക്കാൻ ജസ്റ്റിസുമാർ വിസമ്മതിച്ചു. മുഖ്യമന്ത്രിയുടെ സ്ത്രീലംബടൻ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സ്ത്രീ പീഡകരെ പാർട്ടി കോടതിയിൽ വിചാരണ ചെയ്ത് അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് വലിയ വർത്തമാനം പറയുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതിയിൽ മാതൃകാപരമായ നടപടി സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ ഒരു നടി പരാതി കൊടുത്തിട്ട് 2 ആഴ്ചക്കാലം കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എന്തുകൊണ്ടാണത് പോലീസിന് കൈമാറാതിരുന്നതെന്നും ചെന്നിത്തല ചോദിച്ചു. പീഡനം നടത്തിയ എത്രയോ പേരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുണ്ട്. ആ ഇരട്ടത്താപ്പ് ശരിയല്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നും പിള്ള നയം സ്വീകരിക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം വിമർശിച്ചു. ശബരിമല കൊള്ളയിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. ഉന്നതന്മാരെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്നും ഈ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
മുഖ്യമന്ത്രി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എവിടെയാണ് പാലിച്ചിട്ടുള്ളതെന്നും നാടിന് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്നും ചെന്നിത്തല ചോദിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ പരിതാപകരമാണ്. ജനങ്ങളെ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്താതെ ജനങ്ങളുടെ പണം മുടക്കി വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയാണ്. അദ്ദേഹം നടത്തിയ വിദേശ യാത്രകൾ മാത്രം എടുത്താൽ കേരളത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷം കേരളത്തിന് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളാണ്. മുഖ്യമന്ത്രി വീമ്പ് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ജനങ്ങൾ തിരിച്ചടി നൽകും. ഈ തിരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിടുമെന്ന് കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തതിനെ ചൊല്ലി വിവാദം. കോൺഗ്രസും CPI ഇതിനെതിരെ രംഗത്ത് വന്നു. എന്നാൽ രണ്ടും വ്യത്യസ്ത വോട്ടർ പട്ടികയാണെന്നും നിയമപരമായി പ്രശ്നമില്ല എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നെട്ടിശ്ശേരിയിലെ വിലാസത്തിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ശാസ്തമംഗലത്താണ് വോട്ട് ചെയ്തത്. ജൂനിയർ ഹോക്കി ലോകകപ്പ് നിലനിർത്തി ജർമ്മനി. ഫൈനലിൽ സ്പെയിനിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 സ്കോറിൽ കീഴടക്കിയാണ് ജർമ്മൻ ടീം കപ്പുയർത്തിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും സമനിലയിലായിരുന്നു. ലൂസേഴ്സ് ഫൈനലിൽ അർജന്റീനയെ തകർത്ത് ഇന്ത്യ വെങ്കലം സ്വന്തമാക്കി. ജർമ്മനിക്കായി ജസ്റ്റിസ് വാർബെഗും സ്പെയിനിനായി നിക്കോളാസ് മുസ്റ്ററോസുമാണ് ഗോൾ നേടിയത്. ഷൂട്ടൌട്ടിൽ ജർമ്മനി 3 ഗോൾ നേടിയപ്പോൾ സ്പാനിഷ് ടീമിന്റെ 3 ഷോട്ടുകൾ ലക്ഷ്യം കണ്ടില്ല. 2 ഗോളുകൾക്ക് പിന്നിലായ ശേഷം ഉജ്ജ്വലമായി തിരിച്ചടിച്ചാണ് ഇന്ത്യ കരുത്തരായ അർജന്റീനയ്ക്കെതിരെ ജയം പിടിച്ചെടുത്തത്. അങ്കിത് പാൽ, മൻമീർ സിംഗ്, ഷർദനന്ദ് തിവാരി, അൻമോൾ എക്ക എന്നിവരാണ് ഇന്ത്യക്കാരായി ഗോൾ നേടിയത്. നിക്കോളാസ് റോഡ്രിഗസും സാന്റിയാഗോ ഫെർണാണ്ടസും നേടിയ ഗോളുകളിലാണ് ആദ്യ പകുതിയിൽ അർജന്റീന ആധിപത്യം നേടിയത്. 2016-ൽ ചാമ്പ്യന്മാരായ ശേഷം ഇന്ത്യയുടെ ആദ്യ മെഡൽ നേട്ടമാണ് ചെന്നൈയിലേത്. കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിൽ 4ാം സ്ഥാനത്തായിരുന്നു മലയാളി ഒളിമ്പ്യൻ PR ശ്രീജേഷിന്റെ പരിശീലനത്തിലാണ് ടീം മെഡൽ അണിഞ്ഞത്. 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം ജയിച്ചത് ടീമിന് ഭാവിയിലും പ്രചോദനം നൽകുമെന്ന് കോച്ച് ശ്രീജേഷ് പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇംഗ്ലണ്ടിലെ ജൂനിയർ ഡോക്ടർമാരുടെ സമരം ഒഴിവാക്കാൻ ചർച്ചയ്ക്കൊരുങ്ങി സർക്കാർ. സമരം ഒഴിവാക്കാൻ സർക്കാർ പുതുക്കിയ ശമ്പള പാക്കേജ് പ്രഖ്യാപിച്ചു. ആരോഗ്യ മേഖലയിലെ വലിയ ആശങ്കകൾക്ക് താൽക്കാലികമായി വിരാമം. ഡോക്ടർമാർ പണിമുടക്ക് പ്രഖ്യാപിച്ചത് ഡിസംബർ 19 മുതൽ 23 വരെ. UK-യിൽ ട്രാൻസ് വനിതകൾക്ക് സ്ത്രീകളുടെ സ്വകാര്യ മുറികൾ ഉപയോഗിക്കാൻ അനുവാദം നൽകുന്നത് നിയമവിരുദ്ധമല്ല എന്ന് ബ്രിട്ടനിലെ തൊഴിൽ ട്രിബ്യൂണൽ. പരാതി ഉണ്ടായാൽ മറ്റൊരു പരിഹാരം കണ്ടെത്തണമെന്ന് നിർദ്ദേശം. ട്രിബ്യൂണൽ വിധി ട്രാൻസ് വനിതകൾക്ക് ആശ്വാസം പകരുന്നത്. UK-യിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്തെ ഭവനരഹിതരുടെ പ്രശ്നം കൂടുതൽ വഷളായതായി റിപ്പോർട്ട്. സർക്കാരിന്റെ 3 വർഷത്തെ ഭവനരഹിത തന്ത്രം പരാജയപ്പെട്ടു. ഇംഗ്ലണ്ടിൽ 3,80,000-ലധികം ആളുകൾ ഇപ്പോൾ ഭവനരഹിതരാണ് എന്ന് റിപ്പോർട്ട്. വീടില്ലാത്തവരുടെ എണ്ണം 8% വർദ്ധിച്ചതായി ഡാറ്റ രേഖകൾ. അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് ട്രംപ് ഗോൾഡ് കാർഡ് വിസ പദ്ധതിയുമായി അമേരിക്കൻ പ്രസിഡന്റ്. പുതിയ പദ്ധതി സമ്പന്നരും ഉയർന്ന വൈദഗ്ധ്യമുള്ളവരുമായ വിദേശ പൗരന്മാരെ US-ലേക്ക് ആകർഷിക്കും. $20 ലക്ഷം നൽകി കമ്പനികൾക്ക് ഗോൾഡ് കാർഡിലൂടെ വിദഗ്ധ തൊഴിലാളികളെ US-ലെത്തിക്കാം. പദ്ധതി നടപ്പിലാകുന്നത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ. ട്രംപിന് വീണ്ടും കനത്ത തിരിച്ചടി. US-ലെ മയാമിയിൽ മേയർ തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റ് നേതാവായ ഐലിൻ ഹിഗിൻസിന് അട്ടിമറി ജയം. തോൽവി ഏറ്റുവാങ്ങിയത് ഡൊണാൾഡ് ട്രംപ് പിന്തുണച്ച റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി എമീലിയോ ഗൊൺസാലസ്. നഗരത്തിന്റെ ആദ്യ വനിതാ മേയറാവും ഹിഗിൻസ്. മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം 2029-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കും. പ്രഖ്യാപനം നടത്തിയത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. BJP-യും ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഒരുമിച്ച് മത്സരിക്കുമെന്ന് ഫഡ്നാവിസിന്റെ പ്രഖ്യാപനം. BJP തനിച്ച് മത്സരിച്ചേക്കുമെന്ന സൂചന നൽകി കേന്ദ്രമന്ത്രി അമിത്ഷാ. സ്ത്രീലംബടൻ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. സ്ത്രീ പീഡകരെ പാർട്ടി കോടതിയിൽ വിചാരണ ചെയ്ത് അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് രമേശ് ചെന്നിത്തല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതിയിൽ മാതൃകാപരമായ നടപടി സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പീഡനം നടത്തിയ എത്രയോ പേരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നും ചെന്നിത്തല. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.